ഭൂമി അജയുടെ ഭാര്യയായി വന്നതോടെ ഭവാനിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഇനി സ്വത്തുക്കളൊക്കെ മുത്തശ്ശി ഭൂമിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായിരിക്കും എഴുതി വയ്ക്കാൻ പോകുന്നത്. എനിക്കൊന്നും കിട്ടില്ല അമ്മേ എന്ന് അഞ്ജന പറഞ്ഞപ്പോൾ, ഈ ഭവാനി ജീവിച്ചിരിക്കുമ്പോൾ ഭൂമി ഈ തറവാട്ടിലെ മകളായോ മരുമകളായോ ജീവിക്കില്ല. അവളെ ഇന്ന് രാത്രി തന്നെ തീർക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഭവാനി പോയി കമാലിനെ ഫോൺ ചെയ്തു. ഭൂമി ഇപ്പോൾ സൗഭാഗ്യപുരത്തെ മരുമകളാണെന്നും അവളെ തീർക്കാൻ ഇന്ന് രാത്രി കമാൽ ഈ തറവാട്ടിലേക്ക് എത്തണമെന്നും ഭവാനി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ വച്ച് ഭൂമിയെ ഇല്ലാതാക്കിയാലേ അത് വലിയ പ്രശ്നമാകും മാഡം. ആ വീട്ടിൽ CCTV ഒക്കെ ഉള്ളതാണ്. അജയ് സർ എന്നെ കൈയോടെ പിടികൂടും. അതുകൊണ്ട് അവിടെ വെച്ച് ഈ കൃത്യം ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല മാഡം എന്ന് കമാൽ പറഞ്ഞു. അതോർത്ത് താൻ പേടിക്കേണ്ട. ഈ രാത്രി മൊത്തം CCTV ഓഫ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. താൻ ധൈര്യമായിട്ട് വാ എന്ന് ഭവാനി ഉറപ്പ് നൽകിയപ്പോൾ കമാൽ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഭവാനി ആരും കാണാതെ ആ തറവാട്ടിലെ CCTV എല്ലാം ഓഫ് ചെയ്തു വെച്ചു. ആ രാത്രി കമാൽ ഭൂമിയുടെ മുറിയിലേക്ക് കയറി പോവുകയാണ്. ആ സമയം അജയ് ആ മുറിയിലില്ലെന്ന് ഭവാനി ഉറപ്പുവരുത്തി. ഇന്നത്തോടെ ആ നാശം പിടിച്ചവളുടെ ശല്യം തീരും. ഇനി അജയുടെ ഭാര്യ ഞാനാണമ്മേ. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അഞ്ജന തുള്ളിച്ചാടി. കമാൽ ആ സമയം ഭൂമിയെ ഇല്ലാതാക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അജയ് ഓടി വന്ന് ഭൂമിയെ രക്ഷപ്പെടുത്തി. കമാലിനെ കൈയോടെ പിടികൂടുകയാണ് അജയ്. ഭവാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭൂമി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അജയ് ചോദിക്കുമ്പോൾ, ഇല്ല സർ, എനിക്കൊരു സംശയം. എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇയാൾ തന്നെ ആവില്ലേ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയതും? ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്നവൾ മറുപടി കൊടുത്തു. അജയ് അയാൾ എല്ലാവർക്കും മുന്നിലും കൊണ്ടുചെന്ന് നിർത്തി. ഇത്രയും CCTV ഉള്ള ഈ തറവാട്ടിൽ കയറാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? ഈ വീട്ടിൽ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഇവൻ ഭൂമിയുടെ മുറിയിൽ കയറില്ല. ആരാടാ നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്? ആരാ നിന്നെ ഹെൽപ്പ് ചെയ്തേന്ന് എന്ന് ചോദിച്ച് അജയ് കമാലിനെ ഒരുപാട് അടിച്ചു. തൻ്റെ പേര് പറയരുതെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് ഭവാനി. എന്നാൽ അത് സത്യദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ ഭവാനി, നീ ആ ഗുണ്ടയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്? നിനക്കിയാളെ നേരത്തെ അറിയാമായിരുന്നോ എന്ന് സത്യൻ ചോദിച്ചു. അത് കേട്ട് ഭവാനി ഒന്ന് പരിങ്ങി. അയ്യോ ഇല്ല സത്യദാസേ, എനിക്കിങ്ങനെയുള്ള ആളുകളെയൊന്നും കാണുന്നത് തന്നെ പേടിയാണ്. പിന്നല്ലേ പരിചയം. ഭൂമിയെ കൊല്ലാൻ നോക്കിയ ഇവനെ വെറുതെ ജയിലിലടച്ചാൽ പോരാ, നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അതിനെന്ത് ഹെൽപ്പിനും ഞാനുണ്ടാവും. അങ്ങനെ പറയാൻ ശ്രമിച്ചതാ. അങ്ങനെ ഭവാനി കള്ളം പറഞ്ഞു. അജയ് എത്ര അടിച്ചിട്ടും അവനൊന്നും തന്നെ മിണ്ടിയില്ല. ഒരു CIയുടെ വീട്ടിൽ കയറി വന്ന് പാതിരാത്രി അയാളുടെ വൈഫിനെ കൊല്ലാൻ നോക്കിയവനാ നീ. ഇനി നീ പുറം ലോകം കാണില്ലടാ, നടക്കട സ്റ്റേഷനിലോട്ട് എന്ന് പറഞ്ഞ് അജയ് അവനെ കൊണ്ടുപോകാൻ നോക്കുവാണ്. എന്നാൽ അവൻ്റെ അമ്മ ഓടി വന്ന്, മോനെ നിക്ക്, ഈ വീട്ടിലെ CCTV എല്ലാം ഓഫാണ്. ഞാനിപ്പോൾ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാം കണ്ടത് എന്ന് സംഗീത പറഞ്ഞു. എൻ്റെ ഊഹം തെറ്റിയില്ലമ്മേ. ഈ വീട്ടിലെ ആരോ ആണ് അത് ഓഫ് ചെയ്തത്. ഇയാൾക്ക് ഭൂമിയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതും ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. അതാരാണെന്ന് നിനക്ക് പറഞ്ഞാല് എൻ്റെ ഇടികൊള്ളാതെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് അജയ് അവനെ വിരട്ടി. എന്നാൽ എത്ര വിരട്ടിയിട്ടും അവൻ സത്യം പറയാൻ തയ്യാറായതേയില്ല. ഇനിയും അജയുടെ ഇടി കിട്ടിയാൽ ഇവൻ സത്യം പറയുമെന്ന് ഭവാനിക്ക് തോന്നി. അതിനു മുന്നേ അയാളെ അങ്ങ് തീർത്ത് കളയാൻ ഭവാനി തീരുമാനിച്ചു. എൻ്റെ ഭൂമി മോളെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും എന്നു പറഞ്ഞ് ഭവാനി കമാലിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായി പോവാണ്. എന്നാൽ അജയ് ഭവാനിയെ പിടിച്ചു മാറ്റി കമാലിനെ അവളിൽ നിന്നും രക്ഷപ്പെടുത്തി. ശിറിമ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചത്. അവനിപ്പോ ചത്തുപോവില്ലായിരുന്നോ? ഒരു കൊലക്കേസിലെ പ്രതിയ ഇയാള്. അയാളെ കൊല്ലാൻ മാത്രം ശിറിമയ്ക്ക് എന്താ അയാളുമായിട്ട് വിരോധം? അമ്മയോടുള്ള ഇഷ്ടമാണെന്നും മാത്രം ചെറിയമ്മ പറയണ്ട, അതാരും വിശ്വസിക്കില്ല എന്ന് അജയ് ചോദിച്ചു.
അത് കേട്ട് കമാൽ, അതിന് ആൻസർ ഞാൻ പറയാം സർ. ഭവാനി മാഡം എന്നോട് പൊറുക്കണം. CI സാറ് അദ്ദേഹത്തിൻ്റെ ഇടി മുഴുവൻ കൊണ്ടത് ഞാനാണ്. എന്നിട്ട് ഇത്രയും നേരം ഞാൻ മാഡത്തിൻ്റെ പേര് പോലും പറഞ്ഞില്ല. പക്ഷെ മാഡം എന്താ കാണിച്ചത്? സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? അങ്ങനെയുള്ള മാഡത്തെ രക്ഷിക്കേണ്ട ബാധ്യത ഇനി എനിക്കില്ല. ഞാനെല്ലാം പറയാൻ പോവാണ്. ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയാലും മാഡം എന്നെ കൊല്ലുമല്ലോ. അതിനു മുന്നേ എനിക്ക് സത്യം വിളിച്ച് പറയണം. ഭവാനി മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഈ തറവാട്ടിൽ കയറിയത്. ഭൂമിയുടെ ജീവൻ എടുക്കാനാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. നല്ല പണവും തന്നു. അച്യുതൻ്റെ വീട്ടിൽ കയറി അയാളെ കൊന്നതും ഈ ഞാനാണ്. ഭവാനി മാഡത്തിൻ്റെ ആവശ്യമായിരുന്നു. പിന്നെ ഇതെൻ്റെ ജോലിയാണ്. ആര് കൊട്ടേഷൻ തന്നാലും ഞാനത് ഏറ്റെടുക്കും. എനിക്ക് പണമാണ് പ്രധാനം. അങ്ങനെ അയാൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. അത് കേട്ട് ഭവാനിക്ക് നേർക്ക് ചെല്ലുകയാണ് ഭൂമി. നിങ്ങൾ എന്തായി കാണിച്ചത്? സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നല്ലേ? എന്തിനു വേണ്ടിയാ നിങ്ങൾ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത്? പാവമായിരുന്നില്ലേ അദ്ദേഹം? എന്ത് സ്നേഹമായിരുന്നു എന്നോട്? നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തത്? നിങ്ങൾ ഒരു പോലീസുകാർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കൈകൊണ്ട് തീരണം നിങ്ങൾ എന്ന് പറഞ്ഞ് ഭവാനിയുടെ കഴുത്തിന് പിടിക്കുവാണ് ഭൂമി. അജയ് ഓടി വന്ന് ഭൂമിയെ പിടിച്ചു മാറ്റി. മുത്തശ്ശി ഓടി വന്ന് ഭവാനിയുടെ മുഖത്ത് ആഞ്ഞടിക്കുവാണ്. ഒരു കൊലപാതകിയാണല്ലോ ഈശ്വര ഞാൻ എൻ്റെ മരുമകളായി കണ്ട് സ്നേഹിച്ചത്. ഭൂമി മോള് ചോദിച്ചത് നീ കേട്ടില്ലേടി? അവളെയും അവളുടെ അച്ഛനെയും കൊന്നിട്ട് നിനക്കെന്ത് ലാഭമാണ് കിട്ടിയത്? മൂദേവി, ഇവളെ ഇനി ഈ തറവാട്ടിൽ കാണാൻ പാടില്ല. അജയ് മോനെ, ഇവളങ്ങ് കൊണ്ടുപോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ദേഷ്യപ്പെട്ടു. ആ സമയം കമാല് വന്ന്, ഇവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ മാത്രമല്ല ഭവാനി മാഡം എനിക്ക് കൊട്ടേഷൻ തന്നത്. അജയ് സാറിന്റെ ആദ്യ ഭാര്യ നയനെ ഇല്ലാതാക്കിയതും ഈ കൈകൊണ്ടാ, അതും ഭവാനി മാഡം പറഞ്ഞിട്ട് എന്നയാൾ മറുപടി കൊടുത്തു. അത് കേട്ട് അജയ് ആകെ ഷോക്കായി. കമാലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്ത ഇനിയും പലതും പുറത്തു വരുമെന്ന് അജയ്ക്ക് മനസ്സിലായി. അങ്ങനെ അയാളെ സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് അജയ്. ശേഷം തിരിച്ചു വന്ന് അജയ് ഭവാനിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ നയനയെ മാത്രമാണ്. എത്ര വർഷത്തെ പ്രണയമാണെന്ന് നിങ്ങൾക്കും അറിയാലോ. അതിനുശേഷമാണ് ഞാൻ അവളെ എൻ്റെ വധുവായി സ്വീകരിച്ചത്. ഞങ്ങൾ ജീവിതം തുടങ്ങിയതേയുള്ളൂ. അത് നിമിഷ നേരം കൊണ്ട് തകർത്തെറിഞ്ഞത് ചെറിയമ്മയാണല്ലേ? നിങ്ങൾ എൻ്റെ നയനയെ എന്താ ചെയ്തത്? നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എന്നു പറഞ്ഞ് അജയ് ഭവാനിയോട് ദേഷ്യപ്പെട്ടു. അതെടാ, നിന്റെ ആദ്യ ഭാര്യ നയനയെ കൊന്നത് ഈ ഞാനാണ്. കമാലിനെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് കൊന്നതാ. അവളെ ഞാനങ്ങ് തീർത്തു. ഇനി നിനക്ക് അവളെ കിട്ടില്ല എന്ന് ഭവാനി സമ്മതിച്ചു. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എന്ത് തെറ്റാ നയന നിങ്ങളോട് ചെയ്തത്? അവളൊരു പാവമായിരുന്നില്ലേ എന്ന് അജയ് ചോദിച്ചു. അല്ല, എൻ്റെ മോൾ അഞ്ജനയ്ക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങള് തട്ടിയെടുത്തവളാ നയന. നീയും അവളോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ നിന്റെ ഭാര്യയെ കൊന്നത്. നീയും നയനയും കൂടി ഈ തറവാട്ടിൽ കാട്ടിക്കൂട്ടിയ സ്നേഹപ്രകടനങ്ങള് അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. എൻ്റെ മോൾ അഞ്ജനയായിരുന്നു ആ നയനയുടെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. എന്നാൽ നീ എൻ്റെ മോളെ ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല. പാവം അഞ്ജന മോള്. നയനയെ കൊന്നാലെങ്കിലും നീ എൻ്റെ അഞ്ജനയെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ അവിടെയും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അഞ്ജനയുമായുള്ള വിവാഹ ദിവസം നീ ചായക്കടക്കാരി ഭൂമിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതായിരുന്നു. അന്നത്തോടെയാണ് ഭൂമിയെ ഇല്ലാതാക്കാൻ ഞാൻ ഉറപ്പായും തീരുമാനിച്ചത്. എൻ്റെ മോളല്ലാതെ നീ ആരുടെ കൂടെയും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. അവൾക്കില്ലാത്ത ജീവിതം അജയ്ക്കും വേണ്ട. നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്നു പറഞ്ഞ് അലറിക്കരയുവാണ് ഭവാനി. എല്ലാം കേട്ട് ആകെ തകർന്നു പോവാണ് അജയ്. സംഗീത ഓടി വന്ന് ഭവാനിയുടെ മുഖത്ത് ആഞ്ഞൊന്ന് പൊട്ടിച്ചു. എൻ്റെ മോൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയവളാ നീ. നിനക്ക് ഭ്രാന്താണോ ഭവാനി? നിന്റെ മോൾ അഞ്ജനയ്ക്ക് അജയ് അല്ലാതെ വേറെ എത്ര നല്ല പയ്യന്മാരെ കിട്ടുമായിരുന്നല്ലോ. എന്തിനാ നീ നയനമോളുടെ ജീവൻ എടുക്കാൻ പോയത്? ഇനി ഈ തറവാട്ടിൽ ആരും തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അജയ് മോൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഭൂമിമോളുടെ ജീവനും നീ എടുക്കുമായിരുന്നില്ലേ? ഈശ്വരന്മാരാ എൻ്റെ മരുമകളെ രക്ഷിച്ചത്.
നൈനയുമായിട്ടുള്ള അവൻ്റെ കുടുംബജീവിതം നീ ഇല്ലാതാക്കി. എന്നാ ഭൂമിയുമായിട്ടുള്ള അവൻ്റെ ദാമ്പത്യം ഒരിക്കലും നിനക്ക് തകർക്കാൻ പറ്റില്ല. ഈശ്വരന്മാര് അവരുടെ കൂടെ ഉണ്ടാവും എന്ന് സംഗീത ഭവാനിക്ക് മറുപടി കൊടുത്തു. അതെടി, എനിക്ക് ഭ്രാന്താണ്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയ അന്ന് തൊട്ട് എനിക്ക് തുടങ്ങിയതായി ഭ്രാന്ത്. ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയ ആരും ഈ തറവാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കില്ല. ഞങ്ങൾക്ക് കിട്ടാത്ത ജീവിതം ഈ തറവാട്ടിൽ ആർക്കും വേണ്ട എന്നു പറഞ്ഞ് അലറിക്കരയുവാണ് ഭവാനി. എൻ്റെ കൺമുന്നിൽ കിടന്ന് പെടഞ്ഞു മരിക്കുമ്പോഴും എൻ്റെ നൈനയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വല്യമ്മാവ, ചെറിയമ്മയുടെ മനസ്സിലെ വിഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കെൻ്റെ നൈനയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നു പറഞ്ഞ് അജയ് പൊട്ടിക്കരഞ്ഞു. പോട്ടടാ, നൈനയുടെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. അവളെ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ഭൂമിയുണ്ടല്ലോ, ഭൂമിയെ രക്ഷിക്കാൻ നിനക്ക് പറ്റിയില്ലേ? നൈനയുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. നൈനയ്ക്ക് പകരം ആവില്ലെങ്കിലും ഭൂമിയെപ്പോലെ നല്ലൊരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലേ എന്നു പറഞ്ഞ് സത്യൻ അജയെ ആശ്വസിപ്പിച്ചു. പിന്നീട് അജയ് ഭവാനിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്.